അപ്പോൾ നാളെ കൊടുങ്ങല്ലൂർ കാവിലെത്തിയാൽ വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന തൃച്ചന്ദനം പോലെ തന്നെ അമൂല്യമായിട്ടുള്ള ഒരു പ്രസാദം കിട്ടും. അതായത് വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ആ ദാരു വിഗ്രഹത്തിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടി വർഷത്തിലൊരിക്കലും നടത്തുന്ന ചാന്താട്ടം എന്ന് പറയുന്നത്, അതായത് തേക്കിൻ്റെ കറ കൊണ്ട് പിന്നെ 11 കൂട്ടം സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും എല്ലാം ചേർത്ത്, അത് രഹസ്യക്കൂട്ടുകളാണ്, അതെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ആ ഒരു ചാന്ത് എന്ന് പറയുന്നത് പന്തിരടി പൂജയ്ക്ക് ശേഷം കലശങ്ങളിലാക്കി മുഖമണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് അമ്മയുടെ ആ ദാരു വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നു. അപ്പോൾ പഴമക്കാർ പറയുന്നത് ഈ വിവാഹത്തിന് അഷ്ടമംഗല്യത്തിൽ അതൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ദ്രവ്യമായിട്ട് വെക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ ദീർഘമംഗല്യത്തിന് വേണ്ടിയിട്ട് ഇത് തൊടാറുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ ഭക്തരാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാമീപ്യം എന്നും അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യം തൊടുന്ന ഒരു പ്രസാദമാണ്. അപ്പോൾ സാധിക്കുന്നവരെല്ലാം കൊടുങ്ങല്ലൂർ കാവിലെത്തുക, ആ പ്രസാദം സ്വീകരിക്കുക. അമ്മേ ശരണം, ദേവീ ശരണം.